ഹായ്, എല്ലാവർക്കും പ്ലൂട്ടോയുടെ 2023 കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജൂലൈ മാസത്തിലെ കറണ്ട് അഫേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ എത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ടൈം കളയാൻ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തങ്കോട്, തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിലെ ആദ്യ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനിലാണ്. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനിലാണ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തി ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ഒന്നുകൂടി പറയാം, ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടി കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി മുഴുവൻ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യത്ത് ആദ്യമായി മുഴുവൻ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം സൗജന്യമാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. അടുത്ത ചോദ്യം, ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യമേതാണ്? ഇന്ത്യ. അടുത്ത ചോദ്യമാണ്, ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ രാജ്യമാണ് പെറു. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ രാജ്യമേതാണ്? പെറു. അടുത്ത ചോദ്യം, പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണ് സ്റ്റാഴ്സ്. പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണെന്ത്? സ്റ്റാഴ്സ്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനാണ് മേരാ മാട്ടി മേരാ ദേശ്, എൻ്റെ മണ്ണ് എൻ്റെ രാജ്യം. രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാനായി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനാണ് മേരാ മാട്ടി മേരാ ദേശ്, എൻ്റെ മണ്ണ് എൻ്റെ രാജ്യം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ചരിത്രപ്രസിദ്ധമായ യുക്രൈൻ മാതാ പ്രതിമയിൽ നിന്നും സോവിയറ്റ് കാല പ്രതീകമായ അരിവാൾ ചുറ്റിക മാറ്റി പകരം ആലേഖനം ചെയ്തത് ട്രിസുബ്, സ്വർണ്ണ നിറമുള്ള തൃശൂലം. അപ്പോൾ ചരിത്രപ്രസിദ്ധമായ യുക്രൈൻ മാതാ പ്രതിമയിൽ നിന്നും സോവിയറ്റ് കാല പ്രതീകമായ അരിവാൾ ചുറ്റിക മാറ്റി പകരം ആലേഖനം ചെയ്തതാണ് ട്രിസുബ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണ നിറമുള്ള തൃശൂലം. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ ശാന്തിഗിരി വിദ്യാഭവനിലാണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാണ് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി മുഴുവൻ സർക്കാർ പ്രൈമറി സ്കൂളുകളിലും പ്രഭാത ഭക്ഷണം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ലോക ബ്ലൈൻഡ് ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ അടുത്തിടെ കണ്ടെത്തിയ രാജ്യമാണ് പെറു. പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള
സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണ് സ്റ്റാഴ്സ്. രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന പുതിയ ക്യാമ്പയിനാണ് മേരാ മാട്ടി മേരാ ദേശ്, അല്ലെങ്കിൽ എൻ്റെ മണ്ണ് എൻ്റെ രാജ്യം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ചരിത്രപ്രസിദ്ധമായ യുക്രൈൻ മാതാ പ്രതിമയിൽ നിന്നും സോവിയറ്റ് കാല പ്രതീകമായ അരിവാൾ ചുറ്റിക മാറ്റി പകരം ആലേഖനം ചെയ്തതാണ് ട്രിസുബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ നിറമുള്ള ത്രിശൂലം, ട്രിസുബ്. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധനയാണ് ഓപ്പറേഷൻ യെല്ലോ. അനർഹമായി കുറേ ആൾക്കാർ മുൻഗണനാ കാർഡുകൾ വെച്ചിട്ടുണ്ടായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു മുൻഗണനാ റേഷൻ കാർഡുകളെ നമ്മൾ പൊക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണെന്ത്, ഓപ്പറേഷൻ യെല്ലോ. ഒന്നുകൂടി, അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധന അല്ലെങ്കിൽ ആ പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പുതുക്കിയ വേതനമാണ് 333. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പുതുക്കിയ ശമ്പളമാണ് 333. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷും തീവ്രയജ്ഞം 5.0. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷും തീവ്രയജ്ഞം 5.0. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. ഒന്നുകൂടി, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ. അടുത്ത ചോദ്യം, 2023 സഹോദരൻ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവായത് മാധവൻ പുറച്ചേരി. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മ എന്ന പുസ്തകത്തിനാണ് ഓർമ്മ പുസ്തകം എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2023 സഹോദരൻ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവായത് മാധവൻ പുറച്ചേരി. മാധവൻ പുറച്ചേരിയുടെ അമ്മയുടെ ഓർമ്മ പുസ്തകം എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഒന്നുകൂടി, 2023 സഹോദരൻ സ്മാരക പുരസ്കാര ജേതാവ് മാധവൻ പുറച്ചേരി, അമ്മയുടെ ഓർമ്മ പുസ്തകം. അടുത്ത ചോദ്യം, മൗവി കാട്ടുതീ നാശം വിതയ്ക്കുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ മൗവി കാട്ടുതീ കൊണ്ട് നാശനഷ്ടം വിതച്ച രാജ്യം ഏതാണ്? അമേരിക്കയിലാണ് ഈ ഒരു മൗവി കാട്ടുതീ വന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയത്താണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. ധർമ്മരാജാവിൻ്റെ അപൂർവ കണ്ണാടി ചിത്രം കണ്ടെത്തിയത് കോട്ടയത്തെ കുടമാളൂരിൽ നിന്നാണ്. ധർമ്മരാജാവ്, നമുക്കറിയാം കിഴവൻ രാജ എന്ന് പറയുന്ന ധർമ്മരാജാവിൻ്റെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ അപൂർവ കണ്ണാടി ചിത്രം കണ്ടെത്തിയത് കോട്ടയത്തെ കുടമാളൂരിൽ നിന്നാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടി പറയാം, 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടി, 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടി, 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തുവാനുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പരിശോധന ഓപ്പറേഷൻ യെല്ലോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ വേതനമാണ് 333 അല്ലെങ്കിൽ 333.
പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്നതിനുള്ള പദ്ധതികളാണ് മിഷൻ ഇന്ദ്രധനുഷും തീവ്രയജ്ഞം 5.0. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത നിലവിൽ വന്ന ജില്ലയാണ് തൃശ്ശൂർ. 2023 സഹോദരൻ സ്മാരക സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? മാധവൻ പുറച്ചേരി. കൃതി അമ്മയുടെ ഓർമ്മ പുസ്തകം. മൗവി കാട്ടുതീ നാശം വിതച്ച രാജ്യം ഏതാണ്? അമേരിക്ക. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്ത്. ധർമ്മരാജാവിൻ്റെ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ അപൂർവ കണ്ണാടി ചിത്രം കണ്ടെത്തിയ എവിടെയെന്നാണ്? കോട്ടയത്തെ കുടമാളൂരിൽ നിന്ന്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ആരുടെ കഥാസമാഹാരമാണ് കോമൺ യെറ്റ് അൺകോമൺ? സുധാമൂർത്തിയുടെ കഥാസമാഹാരമാണ് കോമൺ യെറ്റ് അൺകോമൺ. ഒന്നുകൂടി, കോമൺ യെറ്റ് അൺകോമൺ എന്ന കഥാസമാഹാരം രചിച്ചത് സുധാമൂർത്തി. അടുത്ത ചോദ്യം, കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കയർ കോർപ്പറേഷൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് ഓച്ചിറയിലാണ്. അപ്പോൾ കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കയർ കോർപ്പറേഷൻ്റെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഓച്ചിറയിലാണ്. അടുത്ത ചോദ്യം, വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിലെത്തിക്കാൻ അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച്. അപ്പോൾ വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിലെത്തിക്കാനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വാച്ച്. ഒന്നുകൂടി പറയാം, വെള്ളപ്പൊക്ക ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിലെത്തിക്കാനായി അടുത്തിടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണിത് ഫ്ലഡ് വാച്ച്. ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് സ്രെത്ര തിവിസിൻ? തായ്ലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് സ്രെത്ര തവിസിൻ. ഇത് കുറച്ച് പാടുള്ള പേരാണ്, ജസ്റ്റ് ഓർത്തിരിക്കുക. സ്രെത്ര തവിസിൻ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ തായ്ലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യമാണ്, കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണ് മാറ്റം. അപ്പോൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയാണെന്ത്? മാറ്റമാണ് കൊച്ചിയിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഖരമാലിന്യ പരിപാലന പദ്ധതി. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ താപവ്യതിയാനം നിരീക്ഷിക്കാൻ വിക്രം ലാൻഡറിൽ സ്ഥാപിച്ച പേലോഡിൻ്റെ പേരാണ് ചാസ്തെ. അപ്പോൾ ചന്ദ്രനിലെ താപവ്യതിയാനം നിരീക്ഷിക്കാനായി വിക്രം ലാൻഡറിൽ സ്ഥാപിച്ച പേലോഡാണെന്ത്? ചാസ്തെ. അപ്പോൾ ചന്ദ്രനിലെ താപവ്യതിയാനം നിരീക്ഷിക്കാൻ വിക്രം ലാൻഡറിൽ സ്ഥാപിച്ച പേലോഡിൻ്റെ പേരാണെന്ത്? ചാസ്തെ. അടുത്ത ചോദ്യം, രാജ്യത്തെ കാൻറ്റിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് വാഗമണിലാണ്. അപ്പോൾ രാജ്യത്തെ കാൻറ്റിലിവർ മാതൃകയിലുള്ള ഏറ്റവും വലിയ ചില്ലുപാലം നിലവിൽ വന്നത് എവിടെയാണ്? വാഗമണിലാണ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ 5G ക്യാമ്പസാണ് ഫറൂഖ് കോളേജ് കോഴിക്കോട്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജാണ് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ 5G ക്യാമ്പസ്. അടുത്ത ചോദ്യമാണ്, ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് എന്ന റെക്കോർഡ് സ്വന്തമാക്കാനൊരുങ്ങുന്നത് ലികരു മിക്ല ഫുക്ചെ റോഡ്. ഇതാണ് ആ ഒരു റോഡിൻ്റെ പേര്. അപ്പോൾ ലോകത്ത് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് എന്ന റെക്കോർഡ് സ്വന്തമാക്കാനൊരുങ്ങുന്ന ആ റോഡിൻ്റെ പേരാണ് ലികരു മിക്ല ഫുക്ചെ റോഡ്. ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് അല്ലെങ്കിൽ റേഷൻ അവകാശ കാർഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വികസന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി
2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് കേരളീയം 2023. അപ്പോൾ കേരളത്തിൻ്റെ വികസന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയാണെന്ത്? കേരളീയം 2023. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് കെട്ടിടം നിർമ്മിക്കുന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് കെട്ടിടം നിർമ്മിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു 3D പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു 3D പ്രിൻറ്റിങ് വെച്ച് നമ്മളൊരു കെട്ടിടം നിർമ്മിച്ചു. അതെന്താണെന്ന് അറിയാമെന്നുള്ളൊരു താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കെതിരെ മുൻധാരണയോടെ നടത്തുന്ന സ്ഥിരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കാൻ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മാർഗരേഖയാക്കാവുന്ന കൈപ്പുസ്തകം പുറത്തിറക്കിയത് നമ്മുടെ സുപ്രീം കോടതിയാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെ മുൻധാരണയോടെ നടത്തുന്ന സ്ഥിരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കാനായി ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മാർഗരേഖയാക്കാവുന്ന കൈപ്പുസ്തകം പുറത്തിറക്കിയതാരാണ്? സുപ്രീം കോടതിയാണ്. അടുത്ത ചോദ്യം, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. അപ്പോൾ 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഒന്നുകൂടി, 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. അടുത്ത ചോദ്യം, SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായുള്ള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉന്നതി. അപ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായുള്ള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ പദ്ധതി എന്താണ്? ഉന്നതിയാണ്. അടുത്ത ചോദ്യം, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അപ്പോൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി ആശുപത്രികളെ LGBT സൗഹൃദമാക്കുന്ന പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ രാജ്യത്താദ്യമായി ആശുപത്രികളെ LGBT സൗഹൃദമാക്കുന്ന പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യമാണ്, സംസ്ഥാനത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവിയാണ് K. പത്മകുമാർ. സംസ്ഥാനത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവി ആരാണ്? K. പത്മകുമാറാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവി. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതിയുടെ ഭാഗമായി റേഷൻ റൈറ്റ് കാർഡ് അല്ലെങ്കിൽ റേഷൻ അവകാശ കാർഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വികസന മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതിനായി 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് കേരളീയം 2023. സംസ്ഥാനത്തെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് കെട്ടിടം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം. സ്ത്രീകൾക്കെതിരെ മുൻധാരണയോടെ നടത്തുന്ന സ്ഥിരം പദപ്രയോഗങ്ങൾ ഒഴിവാക്കാൻ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും മാർഗരേഖയാക്കാവുന്ന കൈപ്പുസ്തകം പുറത്തിറക്കിയത് സുപ്രീം കോടതി. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യമാണ് സ്പെയിൻ. SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിനായുള്ള സംസ്ഥാന പട്ടികജാതി പട്ടിക വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉന്നതി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. രാജ്യത്താദ്യമായി ആശുപത്രികളെ LGBT സൗഹൃദമാക്കുന്ന പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലാണ്. സംസ്ഥാനത്തിൻ്റെ പുതിയ ഫയർഫോഴ്സ് മേധാവിയാണ് K. പത്മകുമാർ.
തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെമ്മനം ചാക്കോ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെമ്മനം ചാക്കോ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? ശ്രീകുമാരൻ തമ്പി. കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് MK സക്കീർ. നമ്മുടെ PSCയിലെ മുൻ ചെയർമാനായിരുന്നു. അപ്പോൾ കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതരാകുന്ന വ്യക്തിയാരാണ്? MK സക്കീർ. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. 2023 ജൂലൈയിൽ ചൈനയിലും ഫിലിപ്പീൻസിലും നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഡോക്സുരി. 2023 ജൂലൈയിൽ ചൈനയിലും ഫിലിപ്പീൻസിലും അടിച്ച ചുഴലിക്കാറ്റാണിത് ഡോക്സുരി. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്നത് വാൽമീകി ദേശീയോദ്യാനമാണ്. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്ന എവിടെയാണ്? വാൽമീകി ദേശീയോദ്യാനം. മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന ജനൌഷധി കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട്. മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന ജനൌഷധി കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിലേക്ക് കയറാനുള്ള പാസുകൾ ലഭ്യമാക്കുന്നതിനായുള്ള പുതിയ പോർട്ടലാണ് സുസ്വാഗതം. സുപ്രീം കോടതിയിലേക്ക് കയറാനുള്ള പാസുകൾ ലഭ്യമാക്കുന്നതിനായുള്ള പുതിയ പോർട്ടലാണിത് സുസ്വാഗതം. അടുത്ത ചോദ്യം, സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോളിപ്രൊപ്പിലീൻ പ്ലാന്റ് ആരംഭിക്കുന്നത് BPCL കൊച്ചിയിലാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോളിപ്രൊപ്പിലീൻ പ്ലാന്റ് ആരംഭിക്കുന്നത് എവിടെയാണ്? BPCL പ്ലാന്റ് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സാഗർമാല. തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സാഗർമാല. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ചെമ്മനം ചാക്കോ സ്മാരക പുരസ്കാരത്തിന് 2023 അർഹനായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി. കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാനാണ് MK സക്കീർ. അബുദാബി ശക്തി TK രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. 2023 ജൂലൈയിൽ ചൈനയിലും ഫിലിപ്പീൻസിലും അടിച്ച ചുഴലിക്കാറ്റാണ് ഡോക്സുരി. ഒന്നുകൂടി, 2023 ജൂലൈയിൽ ചൈനയിലും ഫിലിപ്പീൻസിലും അടിച്ച ചുഴലിക്കാറ്റാണിത് ഡോക്സുരി. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് നിലവിൽ വരുന്നത് വാൽമീകി ദേശീയോദ്യാനം. മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന ജനൌഷധി കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട്. സുപ്രീം കോടതിയിലേക്ക് കയറുവാനുള്ള പാസുകൾ ലഭ്യമാക്കുന്നതിനായുള്ള പുതിയ പോർട്ടലാണ് സുസ്വാഗതം. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പോളിപ്രൊപ്പിലീൻ പ്ലാന്റ് ആരംഭിക്കുന്നത് BPCL കൊച്ചി. തീരദേശവാസികളായ യുവതീ-യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സാഗർമാല. PT ചാക്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡിനർഹനായ മന്ത്രിയാണ് P പ്രസാദ്. അപ്പോൾ PT ചാക്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡിനർഹനായ മന്ത്രിയാണ് ആര്? P പ്രസാദ്. അപ്പോൾ നമ്മുടെ PSC എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യം, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരിക്കാം. അടുത്ത ചോദ്യമാണ്, രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രം വരുന്നത് റീജിയണൽ ക്യാൻസർ സെൻ്ററിലാണ്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രം വരുന്നത് എവിടെയാണ്? റീജിയണൽ
ക്യാൻസർ സെൻറ്റർ. അടുത്ത ചോദ്യം, കോവിഡാനന്തരം തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയ പ്രവാസികൾക്ക് 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് വായ്പ അനുവദിക്കുന്ന നോർക്ക റൂട്ട്സ് കേരള ബാങ്കിൻ്റെ വായ്പാ പദ്ധതിയാണ് പ്രവാസി ഭദ്രത. അപ്പോൾ കോവിഡാനന്തരം തൊഴിൽ നഷ്ടപ്പെട്ട് മടങ്ങിയ പ്രവാസികൾക്ക് 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് വായ്പ അനുവദിക്കുന്ന നോർക്ക റൂട്ട്സ് കേരള ബാങ്ക് വായ്പാ പദ്ധതിയാണ് പ്രവാസി ഭദ്രത. അടുത്ത ചോദ്യം, 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഒന്നുകൂടി, 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. അടുത്ത ചോദ്യം, സെക്രട്ടേറിയറ്റ് ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് VS സെന്തിൽ. സെക്രട്ടേറിയറ്റ് ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കാനായി സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര്? VS സെന്തിൽ. അടുത്ത ചോദ്യം, സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യ ഹരിത ടൂറിസം ഗ്രാമമാണ് ക്യാസ്കോ വില്ലേജ്. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യ ഹരിത ടൂറിസം ഗ്രാമമാണേത്? ക്യാസ്കോ വില്ലേജ്. ഒന്നുകൂടി പറയാം, സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യ ഹരിത ടൂറിസം ഗ്രാമമാണ് ക്യാസ്കോ വില്ലേജ്. അടുത്ത ചോദ്യം, ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് അരൂരിലാണ്. ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച എവിടെയാണ്? അരൂർ. ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലിക്ക്. ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലിക്ക്. ഒന്നുകൂടി പറയാം, ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ആരംഭിച്ച പദ്ധതി എന്താണ്? ക്ലിക്ക്. അടുത്ത ചോദ്യം, SV വേണുഗോപൻ നായർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി MT വാസുദേവൻ നായർ. SV വേണുഗോപൻ നായർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. ഒന്നുകൂടി പറയാം, SV വേണുഗോപൻ നായർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. PT ചാക്കോ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡിന് അർഹനായ മന്ത്രിയാണ് P പ്രസാദ്. രാജ്യത്തെ ഏറ്റവും വലിയ ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഏതാണ്? റീജിയണൽ ക്യാൻസർ സെൻറ്റർ. കോവിഡാനന്തരം തൊഴിൽ നഷ്ടപ്പെട്ടു മടങ്ങിയ പ്രവാസികൾക്ക് 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് വായ്പ അനുവദിക്കുന്ന നോർക്ക റൂട്ട്സ് കേരള ബാങ്ക് വായ്പാ പദ്ധതി എന്താണ്? പ്രവാസി ഭദ്രത. 2023 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. സെക്രട്ടേറിയറ്റ് ഭരണ പരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കുവാൻ സംസ്ഥാന സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് VS സെന്തിൽ. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യ ഹരിത ടൂറിസം ഗ്രാമമാണ് ക്യാസ്കോ വില്ലേജ്. ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതി കേന്ദ്രം പ്രവർത്തിക്കുന്ന എവിടെയാണ്? അരൂരിലാണ്. ഭിന്നശേഷി കുട്ടികൾക്ക് ഫോട്ടോഗ്രഫിയിൽ പ്രാവീണ്യം നൽകുന്നതിനായി ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലിക്ക്. SV വേണുഗോപൻ നായർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ. സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന, എക്സൈസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. അപ്പോൾ സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന, എക്സൈസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ
വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന എന്നാണ്? ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശിവശക്തി പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ശിവശക്തി പോയിൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി NCERT രൂപീകരിച്ച 19 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് MC പന്ത്. അപ്പോൾ 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി NCERT രൂപീകരിച്ച 19 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് ആര്? MC പന്ത്. അടുത്ത ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അരിപ്പയിലാണ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യമാണ്. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് വിശ്വകർമ്മ യോജന പദ്ധതി. അപ്പോൾ പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതി എന്താണ്? വിശ്വകർമ്മ യോജന പദ്ധതി. ഒന്നുകൂടി പറയാം. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണെന്ത്? വിശ്വകർമ്മ യോജന പദ്ധതി. അടുത്ത ചോദ്യമാണ്. ഇന്ത്യയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാനായി KTDC ആരംഭിച്ച പദ്ധതിയാണ് വർക്കേഷൻ. അപ്പോൾ ഇന്ത്യയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാനായി നമ്മുടെ കേരള ടൂറിസം ആരംഭിച്ച പദ്ധതിയാണെന്ത്? വർക്കേഷൻ. അടുത്ത ചോദ്യമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നിലയമായ ട്രാവൻകൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക നിലയമായ ട്രാവൻകൂർ പാലസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ്. രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ലോകോത്തര യാത്രാ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. അപ്പോൾ രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ലോകോത്തര യാത്രാ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള റെയിൽവേയുടെ പദ്ധതിയാണെന്ത്? അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. അടുത്ത ചോദ്യമാണ്. ലോകത്താദ്യമായി 3D പ്രിൻ്റഡ് മത്സ്യത്തെ അവതരിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ലോകത്താദ്യമായി 3D പ്രിൻ്റഡ് മത്സ്യത്തെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ഇസ്രായേലാണ്. ഒന്നുകൂടി പറയാം. ലോകത്തിലെ ആദ്യമായി 3D പ്രിൻ്റഡ് മത്സ്യത്തെ അവതരിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സംസ്ഥാന അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന മോട്ടോർ വാഹന, എക്സൈസ്, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾക്ക് കീഴിലെ ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ ട്രഷർ ഹണ്ട്. അപ്പോൾ ഇത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്തു നോക്കുക, ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഓർത്തു നോക്കുക. അടുത്ത ചോദ്യമാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? എന്താണ് ആ പേര് ശിവശക്തി പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ്. 3 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനായി NCERT രൂപീകരിച്ച 19 അംഗ സമിതിയുടെ അധ്യക്ഷനാണ് MC പന്ത്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് റേഞ്ചർ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് അരിപ്പയിലാണ്. പരമ്പരാഗത കരകൗശല നൈപുണ്യമുള്ള വ്യക്തികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് വിശ്വകർമ്മ യോജന പദ്ധതി. ഇന്ത്യയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാനായി KTDC ആരംഭിച്ച പദ്ധതിയാണെന്ത്? വർക്കേഷൻ. കേരളത്തിൻ്റെ സാംസ്കാരിക നിലയമായ ട്രാവൻകൂർ പാലസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തുടനീളമുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ
അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ലോകോത്തര യാത്രാ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ലോകത്താദ്യമായി 3D പ്രിൻ്റഡ് മത്സ്യത്തെ അവതരിപ്പിച്ച രാജ്യമാണ് ഇസ്രായേൽ. രാജ്യത്ത് നിലവിൽ വരുന്ന ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാതയാണ് ദ്വാരക ഗുരുഗ്രാം എലിവേറ്റഡ് പാത. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത ഏതാണ്? ദ്വാരക ഗുരുഗ്രാം എലിവേറ്റഡ് പാത. അടുത്ത ചോദ്യം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊണ്ടുവന്നത്. അടുത്ത ചോദ്യമാണ്, ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇനി മുതൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ദേശീയ ബഹിരാകാശ ദിനം. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമെന്നാണ് ഓഗസ്റ്റ് 23. ഒന്നുകൂടി, ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഓഗസ്റ്റ് 23. ഒന്നുകൂടി പറയാം, ദേശീയ ബഹിരാകാശ ദിനമെന്നാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ രചിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. അപ്പോൾ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥയുടെ രചയിതാവാരാണ്? മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം, കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരത്തെ അതിയന്നൂരിൽ. അപ്പോൾ കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ അതിയന്നൂരിലാണ് നിലവിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, കരിച്ചൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ അതിയന്നൂരിലാണ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ഗ്രാഫീൻ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് കളമശ്ശേരിയിലാണ്. സംസ്ഥാനത്തെ ഗ്രാഫീൻ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? കളമശ്ശേരിയിലാണ് സംസ്ഥാനത്തെ ഗ്രാഫീൻ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യമാണ്, പ്രോജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത് യുദ്ധക്കപ്പലാണ് വിന്ധ്യാഗിരി. അപ്പോൾ പ്രോജക്റ്റ് 17 ആൽഫയുടെ P-17A ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത് യുദ്ധക്കപ്പലാണേത്? വിന്ധ്യാഗിരി. ഒന്നുകൂടി പറയാം, പ്രോജക്റ്റ് 17ൻ്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത് യുദ്ധക്കപ്പൽ ഏതാണ്? വിന്ധ്യാഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ് ഇന്ത്യ നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മാതൃയാനം. ഒന്നുകൂടി, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി എന്താണ്? മാതൃയാനം. ഒന്നുകൂടി പറയാം, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? മാതൃയാനം. അടുത്ത ചോദ്യം, ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കളമശ്ശേരിയാണ്. അപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? കളമശ്ശേരിയിലാണ് നിലവിൽ വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. രാജ്യത്ത് നിലവിൽ വരുന്ന ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാതയാണ് ദ്വാരക ഗുരുഗ്രാം എലിവേറ്റഡ് പാത. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ട്രാൻസ്ജെൻഡർ സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ഇനി മുതൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ദേശീയ ബഹിരാകാശ ദിനമാണെന്ന് ഓഗസ്റ്റ് 23. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന ആത്മകഥ രചിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. കരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് തിരുവനന്തപുരത്തെ അതിയന്നൂരിലാണ്. സംസ്ഥാനത്ത് ഗ്രാഫീൻ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് കളമശ്ശേരിയിലാണ്. പ്രൊജക്റ്റ് 17 ആൽഫയുടെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത് യുദ്ധക്കപ്പലാണ് വിന്ധ്യാഗിരി.
പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണെന്ത്? മാതൃയാനം. ലുലു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് കളമശ്ശേരിയിലാണ്. G20 ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പഥേർ പാഞ്ചാലി. അപ്പോൾ പഥേർ പാഞ്ചാലി എല്ലാവർക്കും അറിയാവുന്ന ഒരു മൂവിയാണ്. അപ്പോൾ നമ്മുടെ G20 ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിക്കുന്ന സിനിമയാണിത്, പഥേർ പാഞ്ചാലി. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലം ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് തിരങ്ക. അപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലം ഇനി മുതൽ അറിയപ്പെടുന്ന പേരെന്താണ്? തിരങ്ക. 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് നോർവേക്കാരനായ മാഗ്നസ് കാൾസനാണ്. അപ്പോൾ 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ വ്യക്തിയാണ് ആര്? മാഗ്നസ് കാൾസൺ നോർവേക്കാരനാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയ വ്യക്തിയാണ് ആര്? മാഗ്നസ് കാൾസൺ. അദ്ദേഹം ഒരു നോർവേക്കാരനാണ്. അടുത്ത ചോദ്യമാണ്, അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഏകീകൃത പോർട്ടലാണ് ഉദ്ഗം. അപ്പോൾ അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താനായി സഹായിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഏകീകൃത പോർട്ടൽ ഏതാണ്? ഉദ്ഗമാണ്. ഉദ്ഗം. ഒന്നുകൂടി പറയാം, അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താനായി സഹായിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഏകീകൃത പോർട്ടലാണ് ഉദ്ഗം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ, കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. അടുത്ത ചോദ്യം, മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാല ഗാന്ധി ചെയർ അവാർഡിനർഹനായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിനർഹനായ വ്യക്തിയാണ് ആര്? ഉമ്മൻചാണ്ടി. അടുത്ത ചോദ്യം, കുട്ടികളുടെ ഇൻ്റർനെറ്റ് ആസക്തി നേരിടാൻ ചട്ടങ്ങൾ രൂപീകരിച്ച രാജ്യമാണ് ചൈന. അപ്പോൾ കുട്ടികളുടെ ഇൻ്റർനെറ്റ് ആസക്തി നേരിടാൻ ചട്ടങ്ങൾ രൂപീകരിച്ച രാജ്യമാണ് ചൈന. ഒന്നുകൂടി, കുട്ടികളുടെ ഇൻ്റർനെറ്റ് ആസക്തി നേരിടാൻ ചട്ടങ്ങൾ രൂപീകരിച്ച രാജ്യമാണിത്, ചൈന. അടുത്ത ചോദ്യം, കല്യാൺ ഭാരതമുദ്ര പുരസ്കാരം 2023 ജേതാവായത് പി ജയചന്ദ്രനാണ്. അപ്പോൾ 2023 കല്യാൺ ഭാരതമുദ്ര പുരസ്കാര ജേതാവായത് പി ജയചന്ദ്രൻ. അടുത്ത ചോദ്യമാണ്, രാജ്യത്തെ ആദ്യ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. രാജ്യത്തെ ആദ്യ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ് നിലവിൽ വന്നത്. ഒന്നുകൂടി പറയാം, രാജ്യത്തെ ആദ്യ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് നമ്മുടെ ബംഗളൂരുവിലാണ്. അപ്പോൾ നമ്മളൊരു 3D പ്രിൻ്റഡ് മത്സ്യം ഉണ്ടാക്കി, അത് ഏത് രാജ്യമാണ് നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് സീരീസിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടുള്ളവർ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. G20 ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമാണ് പഥേർ പാഞ്ചാലി. ചന്ദ്രയാൻ 2 ചന്ദ്രോപരിതലത്തെ സ്പർശിച്ച സ്ഥലം ഇനി മുതൽ അറിയപ്പെടുന്നത് തിരങ്ക എന്നാണ്. 2023 ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് മാഗ്നസ് കാൾസനാണ്, നോർവേക്കാരനാണ്. അവകാശികളില്ലാതെ കിടക്കുന്ന ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഏകീകൃത പോർട്ടലാണ് ഉദ്ഗം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാല ഗാന്ധി ചെയർ അവാർഡിനർഹനായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി. കുട്ടികളുടെ ഇൻ്റർനെറ്റ് ആസക്തി നേരിടാനായി ചട്ടങ്ങൾ രൂപീകരിച്ച രാജ്യമാണ് ചൈന.
കല്യാൺ ഭാരതമുദ്ര പുരസ്കാരം 2023 ജേതാവായ വ്യക്തി പി ജയചന്ദ്രൻ. രാജ്യത്തെ ആദ്യ 3D പ്രിൻ്റഡ് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ബംഗളൂരുവിലാണ്. ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ നൽകുന്നതിനായി ഹെൽത്ത് ലൈൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ നൽകുന്നതിനായി ഹെൽത്ത് ലൈൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം നേടിയത് KA റോയി മോനാണ്. അപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം നേടിയത് KA റോയി മോനാണ്. അടുത്ത ചോദ്യം, ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഏക സിവിൽ കോഡ് നടപ്പാക്കരുതെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പൊതുസംഭരണ പോർട്ടലിൻ്റെ പേരാണ് ജം. അപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ദേശീയ പൊതുസംഭരണ പോർട്ടലിൻ്റെ പേരെന്താണ്? ജം എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. ഒന്നുകൂടി, കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പൊതുസംഭരണ പോർട്ടലിൻ്റെ പേരാണ് ജം. അടുത്ത ചോദ്യമാണ്, ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീഥിയിലെ പെൺജ്വാല എന്ന പുസ്തകം രചിച്ചത് ബഷീർ ചുങ്കത്താണ്. ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീഥിയിലെ പെൺജ്വാല എന്ന പുസ്തകം രചിച്ച ആരാണ്? ബഷീർ ചുങ്കത്താണ്. ഒന്നുകൂടി പറയാം, ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീഥിയിലെ പെൺജ്വാല എന്ന പുസ്തകം രചിച്ചത് ബഷീർ ചുങ്കത്ത്. നമ്മുടെ ഈ പുസ്തകം രചിച്ച ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കേരള PCയിൽ ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ അത് എഴുതി മാറ്റി വെച്ച് പഠിക്കുക. അപ്പോൾ അടുത്ത ചോദ്യമാണ്, G20 ഉച്ചകോടിയുടെ അനുബന്ധമായ സിവിൽ 20 ഉച്ചകോടിയുടെ വേദിയാണ് ജയ്പൂർ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വെച്ചായിരുന്നു G20 ഉച്ചകോടി നടന്നത്. അപ്പോൾ G20 ഉച്ചകോടിയുടെ അനുബന്ധമായ സിവിൽ 20 അല്ലെങ്കിൽ C20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ജയ്പൂരിലാണ്. അപ്പോൾ നമ്മുടെ കേരളവും ഉച്ചകോടിയുടെ ഭാഗമായിട്ട് കുറച്ച് വേദികളുണ്ടായിരുന്നു. ആ വേദികൾ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, G20 ഉച്ചകോടിയുടെ ഭാഗമായി സിവിൽ 20 ഉച്ചകോടിയുടെ വേദിയായത് ജയ്പൂരിലാണ്. അടുത്ത ചോദ്യമാണ്, ഫാക്റ്റിൻ്റെ പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നത് അമ്പലമുകളിലാണ്. അപ്പോൾ ഫാക്റ്റിൻ്റെ പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അമ്പലമുകളിലാണ് ഫാക്റ്റിൻ്റെ പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യമാണ്, ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് പുനർജനി. അപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? പുനർജനി. ഒന്നുകൂടി പറയാം, ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് പുനർജനി. അടുത്ത ചോദ്യമാണ്, ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസാരഹിത പ്രവേശനത്തിന് വഴിയൊരുങ്ങുന്ന രാജ്യമാണ് റഷ്യ. അപ്പോൾ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസാരഹിത പ്രവേശനത്തിന് അനുമതി കൊടുക്കുന്ന രാജ്യം ആവാൻ പോകുന്ന ഏതാണ്? നമ്മുടെ റഷ്യയാണ്. വിസ ഇല്ലാതെ നമ്മുടെ സഞ്ചാരികൾക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റുന്ന ഒരു രീതി നടപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റിവൈസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജീവിതശൈലി രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ നൽകുന്നതിനായി ഹെൽത്ത് ലൈൻ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ. സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം നേടിയത് KA റോയി മോൻ. ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ പൊതുസംഭരണ പോർട്ടലിൻ്റെ പേരാണ് ജം. ക്യാപ്റ്റൻ ലക്ഷ്മി പോരാട്ട വീഥിയിലെ പെൺജ്വാല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായത് ബഷീർ ചുങ്കത്ത്. G20 ഉച്ചകോടിയുടെ അനുബന്ധമായ സിവിൽ 20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ജയ്പൂരിലായിരുന്നു.
ഫാക്റ്റിൻ്റെ പുതിയ പ്ലാന്റ് നിലവിൽ വരുന്നത് അമ്പലമുകളിലാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്ന പൊതു ഇടങ്ങളും ഒഴിഞ്ഞ കെട്ടിടങ്ങളും വീണ്ടെടുക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് പുനർജനി. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിസാരഹിത പ്രവേശനത്തിന് വഴിയൊരുക്കുന്ന രാജ്യമാണ് റഷ്യ. നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് ഗ്രീസ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ്? ഗ്രീസാണ് മോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ബഹുമതി നൽകി ആദരിച്ചത്. 2023 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവാണ് MS ഫൈസൽ. അപ്പോൾ 2023 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവാണ് MS ഫൈസൽ. ഒന്നുകൂടി, 2023 സുകുമാർ അഴീക്കോട് സ്മാരക അവാർഡ് ജേതാവാരാണ്? MS ഫൈസൽ. അടുത്ത ചോദ്യമാണ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണി വികാസത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ബീറ്റ്സ്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണി വികസനത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണെന്ത്? ബീറ്റ്സ്. ഒന്നുകൂടി, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അതിജീവനത്തിനും ജീവിത നൈപുണി വികാസത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ബീറ്റ്സ്. അടുത്ത ചോദ്യം, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ മണി ചെയിൻ രീതിയിലുള്ള ഉൽപ്പന്ന വിൽപ്പന നിരോധിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എന്താണ്? ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ മണി ചെയിൻ രീതിയിലുള്ള ഉൽപ്പന്ന വിൽപ്പന നിരോധിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഒന്നുകൂടി പറയാം, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ മണി ചെയിൻ രീതിയിലുള്ള ഉൽപ്പന്ന വിൽപ്പന നിരോധിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണെന്ത്? കേരളം. അടുത്ത ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. അപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണെന്ത്? കാലം സാക്ഷി. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. നമ്മുടെ വേദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൻ്റെ വേദികളായാലും നമ്മുടെ ഇതേപോലെയുള്ള G20 അതേപോലെയുള്ള കാര്യങ്ങളുടെ വേദികളായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം എഴുതിയെടുത്ത് പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഒന്നുകൂടി പറയാം, 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോണാണ് ഹൈറോൺ മാർക്ക് 2. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോണാണ് മാർക്ക് 2. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലൊരു സീരീസിൽ പറഞ്ഞതാണ് ഈ ഒരു ഹൈറോൺ മാർക്ക് 2 എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോണാണ് ഹൈറോൺ മാർക്ക് 2. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോണാണെന്ത്? ഹൈറോൺ മാർക്ക് 2. അടുത്ത ചോദ്യം, ഡ്രോണുകൾക്കായുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അല്ലെങ്കിൽ IISc. അപ്പോൾ ഡ്രോണുകൾക്കായുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഒന്നുകൂടി, നമ്മുടെ ഡ്രോണുകൾക്കായുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് വികസിപ്പിച്ചത്. അടുത്ത ചോദ്യം, മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കല്യാശ്ശേരിയാണ്. അപ്പോൾ മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തിരഞ്ഞെടുത്തത് എവിടെയാണ്? കല്യാശ്ശേരിയാണ് തിരഞ്ഞെടുത്തത്. ഒന്നുകൂടി, മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തിരഞ്ഞെടുത്തത് കല്യാശ്ശേരി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു നമ്മൾ വായിച്ച കറണ്ട് അഫയേഴ്സ് ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ബഹുമതി നൽകി ആദരിച്ച രാജ്യമാണ് ഗ്രീസ്. 2023 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാര ജേതാവ് MS ഫൈസൽ.
പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിനും ജീവിത നൈപുണി വികാസത്തിനുമായി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്നതിനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് ബീറ്റ്സ്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ മണി ചെയിൻ രീതിയിലുള്ള ഉൽപ്പന്ന വിൽപ്പന നിരോധിക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണെന്ത്? കാലം സാക്ഷി. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന ഇസ്രായേൽ നിർമ്മിത ഡ്രോണാണ് ഹൈറോൺ മാർക്ക് 2. ഡ്രോണുകൾക്കായുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc. മികച്ച ജൈവ കാർഷിക നിയോജക മണ്ഡലമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കല്യാശ്ശേരി. വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യമേതാണ്? സ്വീഡനാണ് വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് തിരുവനന്തപുരം. ഒന്നുകൂടി, കേരളത്തിലെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് S. മണികുമാർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാരാണ്? S. മണികുമാറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. ഒന്നുകൂടി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് S. മണികുമാർ. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ-സേവ. അപ്പോൾ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസിൻ്റെ പരിശോധന എന്താണ്? ഓപ്പറേഷൻ ഇ-സേവ. ഒന്നുകൂടി പറയാം, സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണെന്ത്? ഓപ്പറേഷൻ ഇ-സേവ. അടുത്ത ചോദ്യം, സപ്ലൈകോയിൽ പുതുതായി നടപ്പിലാക്കിയ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് ERP. അപ്പോൾ സപ്ലൈകോയിൽ പുതുതായി നടപ്പിലാക്കിയ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് അല്ലെങ്കിൽ ERP. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി. അപ്പോൾ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി. അപ്പോൾ ഒന്നുകൂടി, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണെന്ത്? അതിഥി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ പുതിയ വിജിലൻസ് ഡയറക്ടറാണ് TK വിനോദ് കുമാർ. സംസ്ഥാനത്തെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? TK വിനോദ് കുമാർ. ഒന്നുകൂടി, സംസ്ഥാനത്തെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? TK വിനോദ് കുമാർ. അടുത്ത ചോദ്യം, കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്നത് ബിഡദി രാമനഗരത്ത്. അപ്പോൾ കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്നത് ബിഡദി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. രാമനഗര, ബിഡദിയിലെ രാമനഗര എന്ന സ്ഥലത്താണ് നിലവിൽ വരുന്നത്. ഒന്നുകൂടി, കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ്? ബിഡദിയിലെ രാമനഗര എന്ന് പറയുന്ന സ്ഥലത്ത്. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തി സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന പദ്ധതിയാണ് ഭാരത് NCAP. അപ്പോൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തി സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന പദ്ധതിയാണെന്ത്? ഭാരത് NCAP. ഭാരത് NCAP. അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ നിൽക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക.
വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം സ്വീഡൻ. കേരളത്തിലെ ആദ്യത്തെ കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർമാനാണ് എസ് മണികുമാർ. സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഇ സേവ. സപ്ലൈകോയിൽ പുതുതായി നടപ്പിലാക്കിയ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് എൻ്റർപ്രൈസസ് റിസോഴ്സ് പ്ലാനിംഗ് ERP. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കുന്ന ആപ്ലിക്കേഷനാണ് അതിഥി. സംസ്ഥാനത്തെ പുതിയ വിജിലൻസ് ഡയറക്ടറാണ് TK വിനോദ് കുമാർ. കർണാടകയിലെ ആദ്യ വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബിഡതി രാമനഗര. വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായി വിവിധ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തി സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന പദ്ധതിയാണ് ഭാരത് എൻക്യാപ്പ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി നിയമിതരായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി തിരഞ്ഞെടുത്തത്. ഒന്നുകൂടി, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് കൊച്ചിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചി. ഒന്നുകൂടി, കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് നിലവിൽ വരുന്നത്. ഡോക്ടർ SV വേണുഗോപാലൻ നായർ പ്രഥമ പുരസ്കാര ജേതാവാണ് MT വാസുദേവൻ നായർ. അപ്പോൾ ഡോക്ടർ SV വേണുഗോപാലൻ നായർ പ്രഥമ പുരസ്കാര ജേതാവായ വ്യക്തി ആരാണ്? MT വാസുദേവൻ നായർ. അടുത്ത ചോദ്യം, വനിതാ ശിശു വികസന വകുപ്പിനു കീഴിൽ അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയ കിരണം. വനിതാ ശിശു വികസന വകുപ്പിനു കീഴിൽ അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയ കിരണം. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിൻ്റെ പുതിയ ഇൻ്റലിജൻസ് മേധാവിയായ വ്യക്തി മനോജ് എബ്രഹാം. സംസ്ഥാനത്തിൻ്റെ പുതിയ ഇൻ്റലിജൻസ് മേധാവിയായ വ്യക്തിയാണ് ആര്? മനോജ് എബ്രഹാം. ഒന്നുകൂടി, സംസ്ഥാനത്തിലെ പുതിയ ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം. അടുത്ത ചോദ്യം, ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ലിഥിയം ടെറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് GSAT 24. രാജ്യത്തെ ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് ഏത്? GSAT 24. ഒന്നുകൂടി, രാജ്യത്തെ ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് GSAT 24. അടുത്ത ചോദ്യമാണ്, ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവാണ് S സോമനാഥ്. അപ്പോൾ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവായ വ്യക്തിയാണ് S സോമനാഥ്. ഒന്നുകൂടി, ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവായ വ്യക്തിയാണ് S സോമനാഥ്. അടുത്ത ചോദ്യമാണ്, ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയിലേക്ക് വിജയകരമായി ആദ്യമായി മാറ്റിവെച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക
മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയിലേക്ക് വിജയകരമായി മാറ്റിവെച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഐക്കണായി നിയമിതനായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഡോക്ടർ എസ്.വി. വേണുഗോപാലൻ നായർ പ്രഥമ പുരസ്കാര ജേതാവായ വ്യക്തിയാണ് എം.ടി. വാസുദേവൻ നായർ. വനിതാ ശിശു വികസന വകുപ്പിനു കീഴിൽ അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. സംസ്ഥാനത്തിൻ്റെ പുതിയ ഇൻ്റലിജൻസ് മേധാവിയാണ് മനോജ് എബ്രഹാം. ഇലക്ട്രോണിക് വാഹന ഉൽപ്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾ വഴിവെക്കുന്ന ലിഥിയം ടൈറ്റനേറ്റ് ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ ആദ്യ ഡിമാൻഡ് ഡ്രിവൺ ഉപഗ്രഹമാണ് GSAT-24. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാര ജേതാവ് 2023 ലഭിച്ച വ്യക്തിയാണ് എസ് സോമനാഥ്. ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയിലേക്ക് വിജയകരമായി ആദ്യമായി മാറ്റിവെച്ച രാജ്യമാണ് അമേരിക്ക. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ. ഒന്നുകൂടി പറയാം, സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ്. അടുത്ത ചോദ്യമാണ്, ബഹുഭാര്യത്വം നിർത്തലാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ബഹുഭാര്യത്വം നിർത്തലാക്കാനൊരുങ്ങുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ആസാം. 5ാമത് ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദിയാണ് ബംഗളൂരു. അപ്പോൾ നമ്മുടെ വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൻ്റെ വേദികളായാലും മറ്റെന്ത് വേദികളായാലും അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇത് മാറ്റി എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ 5ാമത് ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ്? ബംഗളൂരു ആണ് 5ാമത് ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദി. അടുത്ത ചോദ്യം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് അഡ്വക്കേറ്റ് എ റഷീദ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? എ റഷീദാണ്. അപ്പോൾ 2023 ഇപ്പോൾ പ്രസൻ്റായിട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ റഷീദ്. ഒന്നുകൂടി പറയാം, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് എ റഷീദ്. അടുത്ത ചോദ്യം, 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് വിയ്യപുരം ചുണ്ടൻ. 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് ആര്? വിയ്യപുരം ചുണ്ടൻ. ഒന്നുകൂടി, 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളായത് വിയ്യപുരം ചുണ്ടനാണ്. അടുത്ത ചോദ്യം, പ്രവാസികളുടെ 1 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന വായ്പാ പദ്ധതിയാണ് പ്രവാസി കിരൺ. അപ്പോൾ പ്രവാസികളുടെ 1 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന വായ്പാ പദ്ധതിയാണെന്ത്? പ്രവാസി കിരൺ. അടുത്ത ചോദ്യം, മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ വ്യക്തിയാണ് സിന്ധുലേഖ. അപ്പോൾ മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് 2023 ലഭിച്ച വ്യക്തിയാണ് ആര്? സിന്ധുലേഖ. ഒന്നുകൂടി പറയാം, മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ വ്യക്തിയാണ് ആര്? സിന്ധുലേഖ. ഒന്നുകൂടി, മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ വ്യക്തിയാണ് ആര്? സിന്ധുലേഖ. അടുത്ത ചോദ്യമാണ്, 5ാമത്
കോഫി സമ്മേളനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ വ്യക്തിയാണ് രോഹൻ ബൊപ്പന്ന. അപ്പോൾ നമ്മൾ കോഫി സമ്മേളനത്തിൻ്റെ കാര്യം പറഞ്ഞു. 5ാമത് കോഫി സമ്മേളനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ വ്യക്തിയാണ് രോഹൻ ബൊപ്പന്ന. ഒന്നുകൂടി, 5ാമത് കോഫി സമ്മേളനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായ വ്യക്തി ആരാണ്? രോഹൻ ബൊപ്പന്ന. അടുത്ത ചോദ്യം, വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ചേതന മറു. വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ചേതന മറു. അപ്പോൾ നമ്മുടെ ഈ എഴുത്തുകാരും കൃതികളും അത് നമ്മുടെ PSC എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. ഒന്നുകൂടി, വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ചേതന മറു. വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ രചിച്ച വ്യക്തി ആരാണ്? ചേതന മറു. അപ്പോൾ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം കേട്ടിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ഓർത്ത് നോക്കുക. സംസ്ഥാനത്തെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ. ബഹുഭാര്യത്വം നിർത്തലാക്കാനൊരുങ്ങുന്ന സംസ്ഥാനമാണ് ആസാം. 5ാമത് ലോക കോഫി സമ്മേളനത്തിൻ്റെ വേദിയാണ് ബംഗളൂരു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായ വ്യക്തിയാണ് A റഷീദ്. 69ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ജേതാക്കളാണ് വിയ്യപുരം ചുണ്ടൻ. പ്രവാസികളുടെ 1 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള സംരംഭക പദ്ധതികൾക്ക് നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന വായ്പാ പദ്ധതിയാണ് പ്രവാസി കിരൺ. മികച്ച വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നേടിയ വ്യക്തിയാണ് സിന്ധുലേഖ. 5ാമത് കോഫി സമ്മേളനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് രോഹൻ ബൊപ്പന്ന. വെസ്റ്റേൺ ലൈൻ എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് ചേതന മറു.